എയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ചൂസ് ദ റോങ്ലി സ്പെൽട്ട് വേർഡ് എന്നതാണ്. ചൂസ് ദ റോങ്ലി സ്പെൽട്ട് വേർഡ് എന്നതിൽ ഒരു വാക്ക് തെറ്റാണ്, ബാക്കി 3 വാക്കുകളും ശരിയാണ്. ആൻസർ സി എന്നതാണ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് GOBBLE എന്നാണ് വേണ്ടത്. GOBBLE എന്നാണ് വേണ്ടത്. പക്ഷെ അവിടെ എന്താ ഉള്ളത്? GOBBEL എന്നാണ്. അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് GOBBLE എന്നാണ്. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഇൻ ദി സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ദ ഗ്രമാറ്റിക്കൽ എറർ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് എറർ പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ടു മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഹീ ഷുഡ് നോട്ട് ഹാവ് ബിഹേവ്ഡ് ഇൻ സച്ച് എ മാനർ. അവിടെ തെറ്റ് കിടക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. തെറ്റ് കിടക്കുന്ന ഭാഗം തന്ന ഓപ്ഷൻ പ്രകാരം സി സെക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം ടു മൈ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന പാർട്ടിലാണ് തെറ്റ് കിടക്കുന്നത്. ആ തെറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ, അതേപോലത്തെ വേറൊരു ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഇൻ ദി സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ദ ഗ്രമാറ്റിക്കൽ എറർ. വ്യാകരണ നിയമപ്രകാരം തെറ്റായിട്ടുള്ളത്. ദ ഓൾഡ് മാൻ ക്ലൈംഡ് 7 floors വിത്ത് ഹാർഡ്ലി നോ എഫേർട്ട് അറ്റ് ഓൾ. അപ്പോൾ സാധാരണ രീതിയിൽ 2 നെഗറ്റീവ് പദങ്ങളാണ് ആ വാചകത്തിൽ ആവർത്തിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നെഗറ്റീവ് പദം? ഒന്ന് ഹാർഡ്ലി എന്നതാണ്, മറ്റത് നോ എന്നതാണ്. അപ്പോൾ തെറ്റ് കിടക്കുന്ന ഭാഗം ആ പാർട്ടിൽ തന്നെയാണ്. ഡി സെക്ഷനിലാണ് തെറ്റ്. ഹാർഡ്ലി നോ എഫേർട്ട് എന്നതിലാണ് തെറ്റ് കിടക്കുന്നതായിട്ട് കാണാൻ 2 നെഗറ്റീവ് വേർഡുകൾ അടുത്തടുത്ത് വന്നിരിക്കുന്നു. നമ്മളോട് അടുത്തതായിട്ട് ചോദിക്കുന്ന ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ to substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. The cause of the disaster is not yet known, but an inquiry has been set up to find out what happened. ഇവിടെ എറർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് എറർ എന്ന് ചോദിച്ചപ്പോൾ ആ എറർ കിടക്കുന്ന ഭാഗം ഈസ് നോട്ട് യെറ്റ് നോൺ എന്ന ആ പാർട്ടിലാണ് തെറ്റുള്ളത്. ആ തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഡി സെക്ഷനിലാണ്, ഡി പാർട്ട് എന്ന രീതിയിലാണ് തെറ്റുള്ളത്. അടുത്തൊരു പ്രോവർബുമായി ബന്ധപ്പെട്ടതാണ്. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദി ഗിവൺ സെൻറ്റൻസ്. എ ഫ്രണ്ട് ഈസ് നോ ഫ്രണ്ട് ഇഫ് ഹി ലീവ്സ് യു ഇൻ ദി ലേർച്ച് എന്നാണ്. ഇവിടെ നമ്മളോട് പണ്ടേ നമ്മൾ പഠിക്കുന്നതാണ്, ആപത്തിൽപ്പെട്ടാൽ സഹായിക്കാത്തവൻ യഥാർത്ഥ ചങ്ങാതിയല്ല. അങ്ങനെയുള്ള ഒരു പ്രോവർബാണ് ഇവിടെ തന്നത്. എന്നിട്ട് അവിടെ ഒരു ശൈലി ഉപയോഗിച്ചിരിക്കുന്നു. ആ ശൈലിയുടെ മീനിങ് എന്താണ്? യെസ്, തീർച്ചയായും നമുക്കറിയാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലീവ് സംവൺ ഇൻ എ ഹെൽപ്ലെസ് കണ്ടീഷൻ. നിസ്സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യുക? ആരെങ്കിലും വിടുക, ഉപേക്ഷിക്കുക, അവരെന്ത് ചെയ്യുക? സഹായിക്കാതിരിക്കുക, നിസ്സഹായ അവസ്ഥയിലേക്ക് തള്ളിവിടുക എന്നർത്ഥം. അപ്പോൾ ആപത്തിൽപ്പെട്ടാൽ സഹായിക്കാത്തവൻ യഥാർത്ഥ ചങ്ങാതിയല്ല. അടുത്തായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻറ്റനിമാണ്. അഡ്വേഴ്സിറ്റി എന്ന വാക്കിൻ്റെ ആൻറ്റനിമാണ്, ഓപ്പോസിറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം പ്രോസ്പെരിറ്റി എന്നാണ്, അഭിവൃദ്ധി എന്നാണ്. അത് പുരോഗതി ഇല്ലാത്തൊരവസ്ഥ എന്ന അർത്ഥത്തിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസ്പെരിറ്റി എന്നാണ്, പുരോഗതി എന്നാണ്. അടുത്ത നമ്മളോട് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നു. സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. എ ഫോർട്ട്ലെസ് ടിപ്പിക്കലി വൺ ഓൺ ഹൈ ഗ്രൗണ്ട് എബോ എ സിറ്റി. അപ്പോൾ അവിടെ നമുക്ക് ഉത്തരം വരുന്നത് ബി സെക്ഷനാണ്. സിറ്റാഡൽ എന്ന വാക്കാണ് നമുക്കവിടെ വൺ വേർഡായിട്ട് നമുക്ക് എടുക്കുക. ഇതെല്ലാം പ്രീവിയസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദി ഗിവൺ സെൻറ്റൻസ്. മെനി പീപ്പിൾ ഇൻ അവർ കൺട്രി ലൈക്ക് ടു ഫെദർ ദെയർ ഓൺ നെസ്റ്റ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താ? ഫെദർ ദെയർ ഓൺ നെസ്റ്റ് എന്നതാണ്. ഫ്രം ദ മണി ദേ റേസ് ഫോർ സോഷ്യൽ വർക്ക്. ആൻസറായിട്ട് നമുക്ക് വരുന്നത് എ സെക്ഷനാണ്. എ സെക്ഷനിൽ എൻറിച്ച് വൺസെൽഫ് ബൈ ഡിസോണസ്റ്റ് മീൻസ് എന്നാണ്. നെക്സ്റ്റ് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സെലക്ട് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. ഫോർഗോ എന്നാണ്.
ഫോർഗോ എന്നാണ്. ഫോർഗോ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ബി സെക്ഷനാണ്, ഗിവ് അപ്പ് എന്നാണ്, ഉപേക്ഷിക്കുക എന്നാണ്. യെസ്, അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെലക്ട് ദ ആൻറ്റണിം ഓഫ് ദ ഗിവൺ വേർഡ് എന്നാണ്. ഇന്തൂസിയാസം. ഇന്തൂസിയാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യുത്സാഹം എന്നാണ്. അത്യുത്സാഹം എന്നുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ സി ആണ് നമുക്കതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.